ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ വളരെ നന്ദിയുള്ളവളായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് വന്നതായ ബുദ്ധിമുട്ട്, അതിൻ്റെ പ്രയാസങ്ങൾ ഒക്കെ ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇത് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കിയ അവിടുത്തെ വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 1884 മുതൽ 97 വരെ മല്ലപ്പള്ളി വികാരിയായി പ്രവർത്തിച്ചതായ റവറൻ PM കുര്യനച്ഛനാണ് 1896 ഈ ഇവിടെ ആരാധനാലയം ഉണ്ടാക്കിയത്. അന്നത്തെ മിഷണറിമാരുടെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സ്കൂളും ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധനയും, അങ്ങനെയാണ് ഇവിടെ ആരാധന നടന്നു വന്നിരുന്നത്. പിന്നീട് വിദ്യാഭ്യാസ പരിഷ്കരണമൊക്കെ വന്നപ്പോൾ 2 ക്ലാസ്സുള്ള സ്കൂളുകൾക്ക് അംഗീകാരം നഷ്ടപ്പെടുകയും 4 ക്ലാസ്സുള്ള സ്കൂളുകളായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള അംഗീകാരം കിട്ടുമായിരുന്നു. എന്നാൽ അംഗീകാരം നഷ്ടപ്പെട്ടു. പിന്നീട് ഞായറാഴ്ച ആരാധന മാത്രമാണ് ഇവിടെ നടന്നിരുന്നത്. അപ്പോൾ തെക്ക് വടക്ക് ഒരു ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓല കെട്ടി, അന്ന് ഓട് മേയുക എന്ന് പറയുന്നതൊക്കെ വളരെ അങ്ങനെ അപൂർവമാണ്. അപ്പോൾ ഓല മേഞ്ഞ ഒരു കെട്ടിടത്തിലാണ് ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അത് പിന്നീട് ആ ഓല മേയുന്നതും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ ഒരു നല്ല ദേവാലയം പണിയണമെന്ന് ആഗ്രഹിച്ചു. ഈ പള്ളിയുടെ വടക്കുവശത്തുള്ള സ്ഥലം പള്ളി പണിയുന്നതിന് വേണ്ടി വിറ്റു. പക്ഷെ അതിൻ്റെ പണം അത് മുഴുവനും കേന്ദ്രത്തിൽ നിന്നും തരികയില്ല, പകുതിയെ തരുവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ പണി പിന്നെയും താമസിച്ചു. ഇങ്ങനെ 1980 ഇതിന് പള്ളിക്ക് റൈറ്റ് റവറൻ TS ജോസഫ് തിരുമേനി കല്ലിടുകയും പുന്നൂസ് ചെറിയാനത്തിൻ്റെ മേൽനോട്ടത്തിൽ ഈ പള്ളിയുടെ പണി ആരംഭിക്കുകയും ചെയ്തു. അച്ഛൻ തന്നെയാണ് ഇതിൻ്റെ പണിക്ക് വേണ്ടതായ ചുക്കാൻ പിടിച്ചത്. 1982 നവംബർ 14 റൈറ്റ് റവറൻ NC മാണി തിരുമേനി ഈ പള്ളി ഡെഡിക്കേറ്റ് ചെയ്തു. അന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്തതായ CJ തോമസ് സാറ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഇത് മൂക്കില്ലാത്ത ഒരു പള്ളി, അതായത് ഇവിടെ ഞങ്ങൾക്ക് ഈ മദ്ബഹ ഇല്ലായിരുന്നു. എന്നാൽ പള്ളിക്കൽ ആശ ശാമയിൽ അവളുടെ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ മദ്ബഹ ഇവിടെ സ്ട്രക്ചർ പൂർത്തീകരിക്കുന്നതിന് വേണ്ടതായ സഹായം നൽകുകയും അങ്ങനെ ഈ മദ്ബഹ പൂർത്തീകരിക്കുകയും ചെയ്തു. പിന്നീട് അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ പറയാനുള്ളത് വെസ്ട്രിയാണ്. അന്ന് ഇവിടെ വികാരിയായി പ്രവർത്തിച്ചത് KC ജോർജ് അച്ഛനും ഇവിടുത്തെ ശുശ്രൂഷനായി പ്രവർത്തിച്ചത് BO ഉമ്മൻ സാറുമാണ്. സാറിൻ്റെ പ്രവർത്തനം എത്ര നന്ദിയോടെ ഓർത്താലും മതി വരികയില്ല. കാരണം ഒരു മേസ്ത്രിയെയും ഒരു മേക്കാടിനെയും ഇവിടെ പണിക്ക് നിർത്തിയിട്ട് ഇവിടുത്തെ കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ഈ നാട്ടിൽ നടന്ന് പിരിവെടുത്താണ് അത് പൂർത്തീകരിച്ചത്. എന്നാൽ അന്ന് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് ഇടക്കാലത്ത് അതിന് കേടുവരികയും അതിനെ തട്ടിക്കളഞ്ഞിട്ട് പുതിയത് നിർമ്മിക്കാൻ മഹായുടെ വകയിൽ നിന്ന് അനുവാദം തരികയും ചെയ്തു. പക്ഷേ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്ത് ജോസച്ചൻ, പറീസ് മത്തായച്ചൻ ഇവരുടെയൊക്കെ നേതൃത്വം ഉണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തികമായി സഹായിപ്പാൻ ഇതിൻ്റെ മഹായുടെ വകയിൽ നിന്നൊന്നും തരികയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതെങ്ങനെ നടക്കും? ഞങ്ങളുടെ ബഡ്ജറ്റ് വളരെയധികം
വലിയ ഒരു തുകയായിരുന്നു. കാരണം ഇതിന്റെ പണി തുടങ്ങിയപ്പോഴത്തേക്ക് അതിന്റെ പടിഞ്ഞാറ് വശത്ത് കെട്ടിയിരുന്നതായ മതില് മഴക്കാലമായപ്പോഴത്തേക്ക് അത് ഇടിഞ്ഞുപോയി. പിന്നീട് അത് പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഈ പള്ളിക്ക് തന്നെ ദോഷം വരുമെന്ന് കരുതി ഞങ്ങൾ അതിന്റെ ആ ഓള അവിടെ നിർമ്മിച്ചു. അതിന് തന്നെ 3-3.5 ലക്ഷം രൂപയായി. ഞങ്ങൾ വേസ്റ്റിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതായ പണമെല്ലാം അങ്ങനെ തീർന്നു. ബാക്കി എങ്ങനെ പണി നടക്കും? ഒരു കോൺട്രാക്ടറെ സമീപിച്ചു. അദ്ദേഹത്തിന് ഇതിന്റെ വെസ്റ്റിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് തന്നെ ഉള്ളതായ പണം ഞങ്ങൾ ഒരു വിധത്തിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ബാക്കി പണി എങ്ങനെ നടക്കും? പിന്നീട് അതിന്റെ പ്ലാസ്റ്ററിങ് ഉണ്ട്, ഫ്ലോർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കമ്മിറ്റി പുതിയൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അതിൽ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, വിളിച്ചെടുത്ത് വരുന്ന അനുസരണമുള്ള കമ്മിറ്റിക്കാർ, അങ്ങനെയുള്ളതായ അവരോട് ഞങ്ങൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും. രാജിയാണ് അതിലെ ലീഡർ. രാജിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. ഇതിന് എത്ര ചെലവ് വരും? മുകൾ ഭാഗം തേക്കണം, ഇതിന്റെ ഭിത്തി ഇതെല്ലാം പ്ലാസ്റ്ററിങ് ചെയ്യണം. എങ്ങനെ നടക്കും? സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാളെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു 2 ലക്ഷം രൂപ, 1 ലക്ഷം പണികൂലിയും ബാക്കി 1 ലക്ഷം പണി സാധനങ്ങൾക്കും കൂടെ ചെലവാകും. ഒക്കെയാണ് അങ്ങനെ 2 ലക്ഷം മതിയല്ലോ എന്നുള്ള കണക്കുകൂട്ടലിൽ ഞങ്ങൾ ശ്രമിച്ചു. മഹായിടവകയെ പല പ്രാവശ്യം സമീപിച്ചപ്പോഴൊക്കെ മഹായിടവകയിൽ നിന്ന് പറഞ്ഞത്, നിങ്ങൾ മല്ലപ്പള്ളി വൈദിക ജില്ലയല്ലേ? മല്ലപ്പള്ളിക്കാരെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിലായാലും ധനപരമായിട്ടാണെങ്കിലും മഹായിടവകയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ്. നിങ്ങൾ അവിടുത്തെ പള്ളികളിലൊക്കെ നിങ്ങൾ എന്താ ഞാൻ ഒരു വാക്ക് പറയേണ്ടത്, സമീപിക്കുക. പക്ഷെ ഞങ്ങൾ സമീപിച്ചു. ആരും അതിന് വേണ്ടതായ കൈത്താങ്ങൽ തരികയോ സ്നേഹമായിട്ടൊരു വാക്ക് പറയുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് പരേതനായ പിയോ നയനാനച്ഛനെയാണ്. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരികയില്ല. ഞങ്ങളുടെ പിതാവിനെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരച്ഛൻ ഇല്ലാതെ പോയത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ദുഃഖമാണ്. അതുപോലെയായിരുന്നു ഇവിടുത്തെ പഴയ കൈക്കാരൻ സാം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഞാനൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല. ഇതെങ്ങനെ പണി തീർക്കും? റോഡിലോട്ട് ആദ്യം ഇറങ്ങുന്നത് ഞാനാണ്. വഴിയെ പോകുന്നവരും എനിക്ക് പരിചയമുള്ളവരൊക്കെ എന്നോട് ചോദിക്കും, ഇതെന്താണ് ഇതിന്റെ പണി തീർക്കാത്തത്? 3-4 വർഷം കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞു, ഞാനും പുതിയ സെക്രട്ടറിയുമായിട്ട് ആലോചിച്ച് ഞാൻ പറഞ്ഞു, നമുക്ക് 2 പേർക്കും ഇതെങ്ങനെയെങ്കിലും തീർത്തേ പറ്റുള്ളൂ. നമ്മൾ കടം കൊടുത്താലും ലോൺ എടുത്തായാലും എങ്ങനെയായാലും ഇതിന്റെ പണി പൂർത്തീകരിക്കും. അങ്ങനെ ദൈവത്തോട് കണ്ണുനീരിന് മറികടക്കാത്തതായ ഒരു ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതായ ഒരു ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഈ വെസ്റ്റിയുടെ പണിയും ഇതെല്ലാം എത്ര ഭംഗിയായി തീർക്കുവാനും ദൈവം ഇവിടെയാക്കി. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയും അല്ലെങ്കിൽ പോലെ എല്ലാം അങ്ങനെ. ഇന്ന് മഹായിടവക തിരുമേനി പുതിയ വെസ്റ്റിയുടെ ഉദ്ഘാടനം ഡെഡിക്കേഷൻ നടത്തുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ദൈവം നമ്മളെ എല്ലാവരെയും